ആരിഫ് ഹുസൈൻ തെരുവത്ത് മലയാളികൾക്കും കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ സുപരിചിതമായൊരു പേരാണ്. യുക്തിവാദികൾക്കിടയിൽ വളരെ സ്വീകാര്യതയുള്ള ആരിഫ് ഹുസൈൻ തെരുവത്ത് താനൊരു മുൻ മുസ്ലിമാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളാണ്. ഒരുപക്ഷെ സംഘപരിവാർ നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളെക്കാൾ ശക്തമായി മുസ്ലിങ്ങൾക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരിഫ് ഹുസൈൻ തെരുവത്ത് ഈയിടെ ഇസ്രയേലിൽ പോയപ്പോൾ അവിടെ നേരിടേണ്ടി വന്ന പീഡനം ഇതിനകം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇസ്രയേൽ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ പിതൃഭൂമിയാണ്. ജൂതന്മാർ കടുത്ത മുസ്ലിം വിരുദ്ധരാണ്. സ്വാഭാവികമായിട്ടും ഒരു മുൻ മുസ്ലിമിനെ സംബന്ധിച്ച് ജൂത രാജ്യം വലിയ സ്വീകാര്യതയുള്ളൊരു സ്ഥലമാവേണ്ടതാണ്. പക്ഷേ ആരിഫ് ഹുസൈൻ തെരുവത്ത് ഞാൻ ഇസ്രയേലികളെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയെങ്കിലും ഇസ്രയേലിലെത്തിയപ്പോൾ അയാളെ ഒരു ജിഹാദിയായിട്ടാണ് അവിടെയുള്ളവർ പരിഗണിച്ചത്. താനൊരു ജിഹാദിയല്ല, താൻ മുസ്ലിം മതത്തിൽ പുറത്തുപോയ ആളാണ്, യുക്തിവാദിയാണ്, ഇസ്രയേൽ അനുകൂലിയാണ് എന്നൊക്കെ ആരിഫ് ഹുസൈൻ പറഞ്ഞു നോക്കിയെങ്കിലും നിരവധി പേർ, ജൂതന്മാരുൾപ്പെടെ, ആരിഫ് ഹുസൈനെതിരെ ചന്ദ്രഹാസമിളക്കി. അമേലിയ എന്നു പേരുള്ള ഒരു എക്സ് ഹാൻഡിലിൽ നിന്ന് ആരിഫ് ഹുസൈനെതിരെ വന്ന തെറിവിളി അതിഭീകരമായിരുന്നു. തൻ്റെ ഇസ്രായേൽ പക്ഷപാതം കൊണ്ട്, മുൻ മുസ്ലിം എന്ന പദവി കൊണ്ട് ഇസ്രയേലുകാരുടെ മനസ്സ് പിടിച്ചെടുക്കാമെന്ന ആരിഫ് ഹുസൈൻ്റെ ബോധ്യം തീർച്ചയായിട്ടും ഇസ്രയേലിൽ വെച്ച് തന്നെ അവസാനിച്ചു പോയിട്ടുണ്ട്. ജിഹാദികൾ വ്യാജപ്പേരിൽ, വ്യാജരൂപത്തിൽ തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നു എന്നാണ് ഇസ്രയേലിലുള്ള ആളുകൾ ആരിഫ് ഹുസൈനോട് പറഞ്ഞത്. ഒരു മുസ്ലിം ഏത് കാലത്തും മുസ്ലിം ജിഹാദി ആയിരിക്കും എന്ന് തന്നെയാണ് അമേലിയെ പോലുള്ളവർ വിശ്വസിക്കുന്നതും പറയുന്നതും. തീർച്ചയായിട്ടും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സംഘപരിവാറിൻ്റെ താല്പര്യത്തിന് ഒപ്പിച്ച് പ്രവർത്തിക്കുന്ന നാസ്തികർ, പ്രത്യേകിച്ച് രവിചന്ദ്രൻ ബ്രാൻഡിൽപ്പെട്ട നാസ്തികർക്ക് ആരിഫ് ഹുസൈൻ്റെ അനുഭവം കണ്ണു തുറക്കാൻ ഉള്ള ഒരു കാരണമാവേണ്ടതുണ്ട്. നവനാസ്തികർ എന്ന് വിളിക്കപ്പെടുന്ന രവിചന്ദ്രൻ സ്റ്റൈലിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കാനുള്ള ഉപകരണം മാത്രമാണ്. നാസ്തികരുടെ ആൾദൈവമായി സംഘപരിവാർ ഉയർത്തി കാണിക്കുന്ന രവിചന്ദ്രൻ്റെ ഗ്രൂപ്പിൽപ്പെടുന്ന ആളുകളൊക്കെ കടുത്ത മുസ്ലിം വിരുദ്ധരാണ് എന്നത് ഒരു സവിശേഷതയാണ്. യുക്തിവാദികളിൽ പല ഗ്രൂപ്പുകളുണ്ടെങ്കിലും, യുക്തിവാദികൾക്ക് പല അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ച് കാണാവുന്ന ഒരു സവിശേഷത എല്ലാ വിഭാഗത്തിൽപ്പെട്ട യുക്തിവാദികളും പൊതുവിൽ മുസ്ലിം വിരുദ്ധരാണ് എന്നതാണ്. ഈ മുസ്ലിം വിരുദ്ധത വിറ്റ് ജീവിക്കുന്ന യുക്തിവാദികളെ സംബന്ധിച്ച് രവിചന്ദ്രൻ ആവേശകരമായൊരു മാതൃകയാണ്. രവിചന്ദ്രനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ രവിചന്ദ്രൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുന്ന ആരിഫ് ഹുസൈൻ അടക്കമുള്ളവരെ സംബന്ധിച്ച് ഇസ്രയേലിൽ നിന്ന് കിട്ടിയ തിരിച്ചടി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരനുഭവമായിരിക്കും എന്നതിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് യുക്തിവാദികൾക്ക് മുസ്ലിങ്ങൾ ഒരു ലക്ഷ്യമായി, ഒരു എതിർപ്പിനുള്ള കാരണമായി, ഒരു വേട്ടയാടാനുള്ള ഒരു ഉപകരണമായി മാറുന്നത് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം, അവരിൽ മിക്കവാറും ആളുകൾ സംഘപരിവാറുമായി ലോഹ്യത്തിൽ, സ്നേഹത്തിൽ പോകുന്നവരാണെന്നുള്ളതാണ്. പക്ഷേ സംഘപരിവാറിനെ എത്രത്തോളം പ്രീണിപ്പിച്ചാലും ശരി, ഒരാൾ മുസ്ലിം പേരുള്ള ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് താൻ മുൻ മുസ്ലിമാണെന്ന് പറഞ്ഞാലും ശരി, താൻ യുക്തിവാദിയാണെന്ന് പറഞ്ഞാലും ശരി, താൻ ഇസ്രയേലി ഭക്തനാണെന്ന് പറഞ്ഞാലും ശരി, കിട്ടാനുള്ളത് എവിടെ പോയാലും കിട്ടും എന്നതാണ് ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരിഫ് ഹുസൈൻ തെരുവത്ത് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഇസ്രയേൽ പര്യടനത്തിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് ഇസ്രയേലിലെ ജൂതന്മാർക്ക് ആരിഫ് ഹുസൈനെ പോലുള്ള മുൻ മുസ്ലിങ്ങളോട് പോലും സന്ധി ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാര്യം? അത് ജൂതന്മാരെ നയിക്കുന്ന സയണിസ്റ്റ് ആശയഗതിയുടെ അടിത്തറ എന്ത് എന്ന് ആരിഫ് ഹുസൈന്മാർക്ക് അറിയാത്തതുകൊണ്ടാണ് മുസ്ലിം വിരുദ്ധതയാണ് അവരെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഘടകം.
മുസ്ലിങ്ങളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് സയണിസത്തിൻ്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് സയണിസ്റ്റുകളുമായി സന്ധിയിൽ പോയിട്ട് സയണിസ്റ്റുകളുടെ രാജ്യത്തെ പിതൃഭൂമി എന്ന് വിളിച്ച് സ്നേഹിച്ചതുകൊണ്ടൊന്നും അവർ മുസ്ലിങ്ങളോട് ക്ഷമിക്കാൻ സാധ്യതയില്ല. അത് മുൻ മുസ്ലിം ആയാലും ശരി, നിലവിലുള്ള മുസ്ലിം ആയാലും ശരി, മുസ്ലിം പേര് പോലും സയണിസ്റ്റുകളെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ഇസ്രയേലിൽ നിന്ന് മടങ്ങി വരുന്ന ആരിഫ് ഹുസൈൻ എന്താണ് മലയാളി മുസ്ലിങ്ങളോടും മലയാളത്തിലെ രവിചന്ദ്രൻ ഫാൻസുകാരോടും പറയുക എന്നത് കേൾക്കാൻ നമുക്കെല്ലാം താല്പര്യമുണ്ട്. അദ്ദേഹം അത് സത്യസന്ധമായി തുറന്നു പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.